ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടെ മാത്രമേ നമ്മുടെ നീറ്റ് എക്സാമിനുള്ളൂ. നമ്മൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം നമ്മൾ നമ്മുടെ ഫുൾ ആ ഒരു ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ച ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇനി വെറും കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഇനി വളരെ കുറച്ച് ദിവസം കൂടെ നിങ്ങൾ ഈ കഷ്ടപ്പാട് തുടർന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡ്രീം കരിയറിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത്. സോ ഈ അവസാന നിമിഷം എല്ലാവരും ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളൊന്നും പോയിന്റ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ വീഡിയോ അധികം ലാഗ് ആക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഭയങ്കര സംശയമായിരിക്കും, ഇപ്പം ഈ ഒരു അവസാനത്തെ നിമിഷം ഏത് പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ പഠിക്കാത്തതായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ, ഏത് ടെക്സ്റ്റിൽ MCQ ഇനി ചെയ്യേണ്ടത്, എന്താ ഇപ്പം, അതായത് ആ ഒരു കൺഫ്യൂഷനിലായിരിക്കും എല്ലാവരും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ തേടി പോകുന്നതിനെക്കാട്ടി നല്ലത് റിവിഷൻ ചെയ്യുക. നിങ്ങളിപ്പോൾ എത്രത്തോളം പഠിച്ചോ ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ അതുപോലെ ഓർമ്മ നിൽക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം നല്ലതുപോലെ റിവൈസ് ചെയ്യുക. റിവിഷൻ എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ഈ നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തേടി പുതിയ 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 കുറേ കാര്യങ്ങൾ തേടി പോകുന്ന ഒരു സമയമായിരിക്കും. അപ്പം അത് മാക്സിമം ഒഴിവാക്കി റിവിഷന് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുക. ഓക്കെ, അപ്പം ഇനി ഒരുപാട് ടഫ് ഏരിയയിലേക്കോ അങ്ങനൊന്നും പോയിട്ട് കാര്യമില്ല. അപ്പം നമുക്കൊരു സീറ്റ് ഉറപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നീറ്റിനൊരു നല്ല നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്ത് പക്കയാക്കുക. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്. അടുത്തായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, അതായത് 2 to 5 മോക്ക് ടെസ്റ്റ് ഒരിക്കലും മിസ്സാക്കരുത്. അതായത് ഒരു ദിവസം പോലും 2 to 5 മോക്ക് ടെസ്റ്റ് എഴുതാതിരിക്കരുത്, എല്ലാ ദിവസവും. അപ്പൊ ഇനിയുള്ള ഒരു കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ എഴുതിയാൽ പോലും എന്തോരം മോക്ക് ടെസ്റ്റാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് 2 to 5 PM അതായത് 2 മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ 5 മണിക്ക് മാത്രമേ എഴുന്നേക്കത്തുള്ളൂ എന്ന രീതിയിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് എഴുതേണ്ടത്, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനുവേണ്ടി പഠിക്കേണ്ടതെന്നുള്ളത് ഈ ചാനലിലെ തന്നെ പഴയ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഇനി ഒരു അവസാന നിമിഷമോ ഇനി കൂടുതൽ റിവൈസ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാനുള്ള സമയമാണല്ലോ എന്ന് വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് വിട്ടു പോകരുത്. അതായത് 2 to 5 നമുക്ക് ആ ഒരു മോക്ക് ടെസ്റ്റിന്റെ സമയമാണ്. അതുകൊണ്ട് ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതായത് നമ്മളിപ്പം എല്ലാ ദിവസവും കുറേ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നവർ കാണും. ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്ന കുറേ പേര് കാണും. അപ്പം അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മിസ്സാക്കരുത്. ഇത് കഴിഞ്ഞ വർഷത്തെ നീറ്റിൻ്റെ 2-3-4 വർഷം മുന്നേ ഉള്ള നീറ്റിൻ്റെ വരെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ആ ഒരു 2 to 5 PM ആ ഒരു സമയത്തിൽ ആ സമയം അനുസരിച്ച് മോക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ വേണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ചെയ്യുക. അതായത് നമ്മളിപ്പം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ തെറ്റിയതെന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എടുക്കുക. ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ചാപ്റ്റർ എടുത്തിട്ട് അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് വേറൊരു ചാപ്റ്ററിലൂടെ കിടപ്പുണ്ടെന്നൊരു തോന്നലുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ചാപ്റ്ററിലൂടെ എടുത്ത് നോക്കണം. അങ്ങനെ റിവൈസ് ചെയ്യുക. അല്ലാതെ ഇപ്പം ഒരു ചാപ്റ്റർ എടുത്ത് ആദ്യം തൊട്ട് അവസാനം വരെ പണ്ട് നമ്മൾ പഠിച്ച പോലെ ഇരുന്ന് പഠിക്കാനുള്ള സമയം ഇനി ഇല്ല. അപ്പം ഇനി MCQ ബേസ്ഡ് റിവിഷൻ അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകുക. അതിനൊക്കെയുള്ള സമയമേ ഇനി ഉള്ളൂ നമ്മുടെ മുന്നിൽ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇനിയുള്ള ഇത്ര ദിവസം എന്താണെങ്കിലും ഒരു ഡെയിലി പ്ലാനർ കാണണം. നമ്മുടെ ഒരു ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഡയറി എടുത്തിട്ട് ഓരോ ദിവസം എന്താണ് കവർ ചെയ്യേണ്ടത്, ഇത്ര ചാപ്റ്റർ ആ ഒരു ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ഒരുപക്ഷെ അത് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ നമ്മുടെ മനസ്സിനൊരു ഗോൾ വേണം, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും നിങ്ങൾ ഒരു ഡെയിലി പ്ലാനർ സെറ്റ് ചെയ്ത് പോവുക. കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ, മാക്സിമം കഷ്ടപ്പെടും. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പം നിങ്ങളിപ്പോൾ കുറേ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഈ മോക്ക് ടെസ്റ്റിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തെറ്റുന്ന കുറച്ച് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കാണുമല്ലോ. ഇപ്പം നിങ്ങൾ ആദ്യം ഒരു മോക്ക് ടെസ്റ്റ് എഴുതി അത് തെറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചു, ഇങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലാക്കി. പക്ഷെ അടുത്ത എക്സാം എഴുതിയപ്പോൾ അത് തന്നെ തെറ്റി, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ആ ഒരു സാധനം തന്നെ നിങ്ങൾക്ക് പിന്നെയും തെറ്റിയെങ്കിൽ നിങ്ങൾ വിചാരിക്കണം അത് നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് വരുന്ന സമയത്തും തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ന്യൂമോണിക്കോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഡെയിലി ലൈഫുമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിട്ട് റിലേറ്റഡ് ആയിട്ടോ എങ്ങനെയെങ്കിലും അതൊന്ന്
നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഓർത്തു വെക്കാനോ പഠിച്ചു വെക്കാനോ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇതുവരെ ഒരുപക്ഷെ എക്സാംസ് എഴുതിയ സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ബുക്ക് വായിച്ച സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ട് നിങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെച്ച് അല്ലെങ്കിൽ എത്ര പഠിച്ചിട്ട് ഇത് ശരിയാവുന്നില്ല എന്ന് വിചാരിച്ച് വെച്ചേക്കുന്ന എന്തെങ്കിലുമൊക്കെ കോൺസെപ്റ്റോ തിയറിയോ ഡൗട്ടുകളോ ആർക്കെങ്കിലും ഒക്കെ കാണും. നിങ്ങൾ ഇപ്പോഴും റൗണ്ട് അടിച്ച് വെച്ചേക്കുക, അത് എത്ര പഠിച്ചിട്ടോ അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും വരുത്തില്ല, അത് നോക്കണ്ടെന്ന് വെച്ച് സ്കിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം അങ്ങനെയൊക്കെയുള്ള എല്ലാ ഡൗട്ടുകളും നിങ്ങളുടെ ക്ലിയർ ചെയ്ത് പോവുക ഈ സമയത്ത്. ഓക്കെ, അപ്പം നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് നോക്കുക, ഇപ്പം അതെനിക്ക് മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഇപ്പം വീഡിയോസ് കണ്ടിട്ടാണെങ്കിലോ ടെക്സ്റ്റ് വായിച്ചിട്ടാണെങ്കിലോ പ്രൊഫസേഴ്സിനെ വിളിച്ച് ചോദിച്ചിട്ടാണെങ്കിലോ എങ്ങനെയാണെങ്കിലും ഡൗട്ട്സ് ഒന്നും ക്ലിയർ ചെയ്യാതെ എക്സാമിന് പോകരുത്. നിങ്ങൾ ഇപ്പോൾ അതായത് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുക. അതിനൊക്കെയുള്ളൊരു ടൈമാണിപ്പം. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കറിയാം നിങ്ങളിപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ ബയോളജി കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് പോകണം. അതുപോലെ വെറുതെ വായിച്ചു പോകരുത്. അതായത് റിവിഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു പോകാതെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് തന്നെ വായിക്കുക. അതായത് ആ ഒരു സാധനം തലയിൽ കയറിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മറ്റുള്ള ചടങ്ങിന് വായിച്ച് തീർക്കാതെ അത്രയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ വായിച്ചാൽ മതി എന്ന് ഉറപ്പുള്ള ചാപ്റ്റേഴ്സ് അങ്ങനെ വായിച്ചാൽ മതി. പക്ഷേ ടഫായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മനസ്സിരുത്തി തന്നെ വായിച്ചു പോവുക. അതായത് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ട് തന്നെ വായിക്കുക. എന്തെങ്കിലും ഒന്ന് തലയിൽ കയറിയിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി നോക്കണം എന്താണെന്ന്. സമയം പോകുന്ന വെച്ചിട്ട് അതിൻ്റെ ടൈം കളയാതിരിക്കരുത്. സോ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ വായിക്കണം. മാക്സിമം ബയോളജി വായിക്കണം, പക്ഷേ ഇച്ചിരി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് തന്നെ വായിക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം മോക്ക് ടെസ്റ്റ് ആണെങ്കിലും മെയിൻ നീറ്റ് എക്സാം ആണെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും നല്ല വെപ്രാളം കാണും. സമയത്തെ പറ്റി ഓർത്ത് ഇപ്പം തന്നെ ഇപ്പം മോക്ക് ടെസ്റ്റിനൊക്കെ സമയം കിട്ടാത്തവർ നല്ലതുപോലെ കാണും. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി ഓർത്ത് പേടിക്കണം. ആ ഒരു സമയം അതിനാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്നത്, സമയം ക്രമീകരിക്കണം. അപ്പം ഈ സമയം പോകും എന്ന് പേടിച്ച് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ച് ഇല്ല ആൻസർ മാർക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എന്തായാലും ഭയങ്കര അബദ്ധം സൃഷ്ടിക്കാനുള്ള ആ ഒരു ചാൻസ് കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ബയോളജിക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വാക്കിലായിരിക്കും ആൻസർ മാറിപ്പോകുന്നത്. അപ്പം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല സൂക്ഷിച്ച് തന്നെ ക്വസ്റ്റ്യൻ വായിക്കുക. ഒരു 2-3 തവണ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ സാധനമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ആൻസർ മാർക്ക് ചെയ്യാവൂ. അപ്പം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു വരരുത്. ചിലപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ വായിക്കുമ്പം അത് തെറ്റാണെന്ന് എങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രയും കൂടെ വിഷമമാകും. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോട്ടെ. മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നല്ലപോലെ വായിച്ച് അത് ആ സാധനമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ മാർക്ക് ചെയ്യാവൂ. അതെല്ലാവരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. ഈ ഒരു ടൈമിൽ നിങ്ങളോട് ഇത്രയൊക്കെ പോയിന്റ്സ് ആണ് പറയണം എന്ന് എനിക്കിപ്പോൾ തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഈ ഒരു അവസാനത്തെ നിമിഷം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ആരും ഭയങ്കര സ്ട്രെസ്ഡ് ആയി ഡീമോട്ടിവേറ്റഡ് ആയിട്ടൊന്നും ഇരിക്കരുത്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടു. ഇപ്പം മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറവ് മേടിക്കുന്നവർ കാണും, കൂടുതൽ മേടിക്കുന്നവർ കാണും. എങ്ങനെയാണെങ്കിലും നമ്മൾ നീറ്റ് എക്സാമിൻ്റെ അന്ന് വരെ കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. സോ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക. വെറുതെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുന്ന സമയം കളയണ്ട. ആരും ഇപ്പം നമ്മളെ ഒരു കളിയാക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ 1 വർഷം കളഞ്ഞു 2 വർഷം കളഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവർ ഒരുപക്ഷെ നമ്മുടെ നീറ്റിന് റിസൾട്ട് വരുന്ന സമയത്ത് കൈയടിക്കാൻ ഫ്രണ്ടിൽ ഉണ്ടാകും. അപ്പം അങ്ങനെ അത്തരം ആൾക്കാരെ കൊണ്ട് നമ്മളെ പൊക്കി പറയിപ്പിക്കണം. അങ്ങനെ കുറേ ഒരു വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ഒന്ന് മോട്ടിവേറ്റഡ് ആകും. സോ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ആ ഒരു മെയ് 4 കഴിയുമ്പോഴത്തേക്ക് നമ്മളെന്താ ഇത്രയും നാൾ കഷ്ടപ്പെട്ട ആ ഒരു ദിവസം വന്നെത്തി. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഫ്രീ ടൈം ഒക്കെ കിട്ടും. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡ്രീം കോളേജിൽ തന്നെ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ. സോ ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ഇനിയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.